സംസ്ഥാനത്ത് വിലക്കയറ്റമില്ലെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അരിവില വർദ്ധിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം വിലക്കയറ്റത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ രൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ച് സി ദിവാകരനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വിഹിതം ചെലവാക്കുന്നതിൽ ഭക്ഷ്യവകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷം പറഞ്ഞു. എന്നാൽ വിലക്കയറ്റത്തെ കാര്യക്ഷമമായി നേരിടാൻ സർക്കാരിന് കഴിഞ്ഞതായി ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് സഭയെ അറിയിച്ചു. അരിവില പിടിച്ചു നിർത്താൻ സർക്കാരിന് സാധിച്ചു. പരിപ്പ് വർഗ്ഗങ്ങളുടെ വില വർധനവ് ദേശീയ തലത്തിൽ തന്നെ ഉള്ളതാണ്. ഉത്പാദനക്കുറവാണ് ഇതിന് കാരണമെന്നും മന്ത്രി വ്യക്തമാക്കി. കൺസ്യൂമർ ഫെഡും കൃഷിവകുപ്പും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രിമാരായ CN ബാലകൃഷ്ണനും KP മോഹനും സഭയെ അറിയിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികളെല്ലാം സർക്കാർ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കി. ഇതോടെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. TV ന്യൂസ്, തിരുവനന്തപുരം. ചർച്ചയിൽ പങ്കെടുക്കുന്ന AIYF നേതാവ് ശ്രീ TC സഞ്ജിത്ത്, അതോടൊപ്പം സാമ്പത്തികകാര്യ ലേഖകൻ പ്രമോദ് തോമസ് എന്നിവർ കൊച്ചി സ്റ്റുഡിയോയിൽ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു കോഴിക്കോട് സ്റ്റുഡിയോയിലും തത്സമയം ചർച്ചയിൽ പങ്കുചേരുന്നു. ആദ്യം ശ്രീ TC സഞ്ജിത്ത്, മുഖ്യമന്ത്രി വളരെ കൃത്യമായി മറുപടി നൽകി. 500 കോടിയിലധികം രൂപ ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി പലതരത്തിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വിലക്കയറ്റം നിലവിലില്ല. രാജ്യത്ത് ഒന്നാകെ നേരിടുന്ന ഒരു വിലക്കയറ്റം, അതിൻ്റെ ഒരു പ്രതിഫലനം സംസ്ഥാനത്തുമുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ അവകാശവാദം. അതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്. കേരളത്തിലെ ജനത അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീമമായ വിലക്കയറ്റം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് കണക്കുകളുടെ ഒരു കളി മാത്രമാണ്. വിലക്കയറ്റമാകുമ്പോൾ കണക്കുകളാണല്ലോ കാണിക്കേണ്ടത്. അതെ, കണക്കുകൾ വാസ്തവത്തിൽ ചെലവാക്കിയ തുക ജനങ്ങൾക്ക് സബ്സിഡി അടിസ്ഥാനത്തിലോ വില നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലോ അത് മാർക്കറ്റിലേക്ക് എത്തിയില്ല എന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മതിക്കേണ്ടതായി വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത്, ഇത്രയേറെ ഇടപെടലുകൾ നടത്തിയെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ഗവൺമെൻറ്റിനും ഇത് പ്രോപ്പറായി ജനങ്ങൾക്ക് വില നിലവാരം നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നല്ല ഞങ്ങൾ പറയുന്നത് പ്രോപ്പറായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വരൾച്ച 7 സംസ്ഥാനങ്ങളിൽ വരൾച്ചയാണ്. നമ്മുടെ കർണാടകത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തെ നേരിടാൻ ഒരു ഹോംവർക്ക് ഉണ്ടായില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിലെ കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ ഭീമമായ അഴിമതിയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലും മാർക്കറ്റ് ഫെഡിലുമൊക്കെ ഉണ്ടായത് എന്നത് ഒരു ചരിത്ര സത്യമായി നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ 500-ലധികം കോടി രൂപ ചിലവഴിച്ചു എന്ന് അവകാശപ്പെടുന്ന സർക്കാർ അത് ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ, അത് പ്രോപ്പറായി വിനിയോഗിക്കുന്ന കാര്യത്തിൽ സമ്പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നതുകൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ ഇന്ന് കേരളത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. CB ദിവാകരൻ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് സൂചിപ്പിച്ചത്, നമ്മുടെ പൊതുവിതരണ സംവിധാനത്തിൽ സർക്കാർ പ്രോപ്പറായി ഇടപെടുന്നില്ല. അതാണ് ഞങ്ങളുടെ വിമർശനം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം പറഞ്ഞിരുന്നത് അതാണ്. വിലക്കയറ്റം അതാണ് ജീവത്തായ പ്രശ്നം. കൺസ്യൂമർ ഫെഡിലൂടെ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസിലൂടെ റേഷൻ വിതരണ സംവിധാനത്തിലൂടെ ഒരു പൊതുവിതരണ സംവിധാനം എന്നത് മാതൃകയാക്കിയ സംസ്ഥാനമാണ് കേരളം. ആ മാതൃകയെ നിരാകരിക്കപ്പെട്ടു കഴിഞ്ഞ 4 വർഷക്കാലം. അരിയുടെ വില എന്താണ്? പയറിൻ്റെ വില എന്താണ്? പച്ചക്കറിയുടെ വില എന്താണ്? ഇത് നിയന്ത്രിക്കുന്നതിൽ മൊത്ത കച്ചവടക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരായി കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദവും രാഷ്ട്രീയ നേതൃത്വവും മാറിത്തീർന്നതിൻ്റെ ദുരന്തമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 500 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം പ്രോപ്പറായി വില നിയന്ത്രണ സംവിധാനത്തിൽ പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ ഗവൺമെൻറ് സംവിധാനം പരാജയപ്പെട്ടിരിക്കുന്നു. അതിന് ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. പൂഴ്ത്തിവയ്പ്, അതുപോലെ തന്നെയാണ് ഊഹക്കച്ചവടം, നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വില നിർണ്ണയത്തെ പല ഘട്ടങ്ങളിൽ സ്വാധീനിക്കുന്നതാണ്. കേരളത്തിലെ സാധാരണ മനുഷ്യൻ്റെ വില
വിലക്കയറ്റം എന്ന ഭീകരമായ അവസ്ഥ, അതിന് ഗവൺമെൻറ് വേണ്ടത്ര ജാഗ്രതയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നത് കേരളീയ പൊതുസമൂഹം ആകെ അംഗീകരിക്കുന്ന കാര്യമാണ്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, താങ്കളും എന്നെപ്പോലെ തന്നെ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ താങ്കളോ അല്ലെങ്കിൽ താങ്കളുടെ കുടുംബത്തിനോ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, അരിയും പച്ചക്കറിയും മത്സ്യവും മാംസവും ഒക്കെ വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ താങ്കളെ എടുത്തു പറഞ്ഞുകൊള്ളട്ടെ, ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലല്ല, ഒരു സാധാരണ മലയാളി എന്ന നിലയിൽ ഇപ്പോൾ വിപണിയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തുമ്പോൾ അനുഭവപ്പെടുന്നത് എന്താണ്? നമുക്കൊരു പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇതിനെ കാണണമല്ലോ അഭിലാഷ്. ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോൾ, വിലക്കയറ്റം ഉണ്ട് ഇല്ല എന്നതിൻ്റെ തർക്കത്തിനെ കുറിച്ച് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ചർച്ചയുടെ മറ്റ് പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കതിലേക്ക് വരാം. പക്ഷേ 2014 നവംബർ മാസവും 2015 നവംബർ മാസവും തമ്മിലൊരു താരതമ്യം നമ്മളൊന്ന് നടത്തി നോക്കണം. ആ താരതമ്യ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാവും ഈ ഒരു വർഷത്തിന്റെ വിലക്കയറ്റം. ഇനി അത് ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വർധനവ് എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ക്രമാനുഗതമല്ലാത്ത ഒരു വർധനവ് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഒരു വസ്തുവിന്റെ കാര്യത്തിലും ഇല്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലയിൽ കാണേണ്ടുന്നുള്ളത് കൊണ്ട് പല ഘടകങ്ങളും പല ഘടകങ്ങളും ഈ നാട്ടിലെ ഇവിടുത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങളായി തന്നെ മാറി നിൽക്കും. പാല് മുതൽ അരി വരെ എല്ലാ സാധനങ്ങളും നമുക്ക് പുറമെ നിന്ന് വരണം. പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മുടെ ആഭ്യന്തര ഉൽപാദനം തുലവും വളരെ പരിമിതമാണ്. അങ്ങനെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ പരിമിതത്വം കൊണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന മഴ, അതിതീവ്രമായ മഴ കൊണ്ട് അവിടെ നിന്ന് പച്ചക്കറി, കോഴിമുട്ട, പാല് ഇവയൊക്കെ കേരളത്തിലേക്ക് വരുന്നതിനുള്ള കുറവ്, അവിടുത്തെ ഉൽപാദനത്തിലുള്ള കുറവ്, അവിടുത്തെ സംഭരണത്തിലുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ മറ്റിതര സംസ്ഥാനങ്ങൾ അനുഭവിക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളുടേതിന്റെ പ്രതിഫലനം ആഭ്യന്തര ഉൽപാദനത്തിന്റെ കുറവുകൾ കൊണ്ട് കേരള സംസ്ഥാനത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷമായി കേരള ഗവൺമെന്റ്, പ്രത്യേകിച്ച് കേരളത്തിലെ കൃഷി വകുപ്പും ഭക്ഷ്യവിതരണ വകുപ്പും കൃഷി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ, അത് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം പോലും ആഭ്യന്തരമായ കാർഷിക ജൈവ പച്ചക്കറികളുടെ ഉൽപാദനത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അത് വിഷരഹിതമല്ലാത്തതുമാക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമമൊക്കെ നടത്തി ഉൽപാദന രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഗവൺമെന്റാണുള്ളത്. അങ്ങനെ ഒന്നും കണ്ടില്ല, ഒന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോഴാണ് ഒരു താരതമ്യം കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പുള്ള വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിലൊന്ന് തടത്തി നോക്കി നമുക്ക് അതിനെക്കുറിച്ചൊരു നിഗമനത്തിലെത്താവുന്നതാണ്. ഗവൺമെന്റിന്റെ പബ്ലിക് മാർക്കറ്റ് ഇന്റർവെൻഷൻ അതിലെവിടെയെങ്കിലും വീഴ്ചയുണ്ടോ? യഥാർത്ഥത്തിൽ അതിനെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തന്നാൽ ആ പബ്ലിക് മാർക്കറ്റ് ഇന്റർവെൻഷനിൽ എവിടെയാണോ വീഴ്ചയുള്ളത് ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കും. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഞാൻ ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ആനുപാതികമായ ഒരു വില വർധനവ് അത് സ്വാഭാവികമാണ്. ഒരു രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തിക അവസ്ഥ കൂടി വിലയിരുത്തുമ്പോൾ ഉൽപാദനവും കാലാവസ്ഥയും ഒക്കെ. ഇന്ന് പ്രതിപക്ഷം വളരെ കൃത്യമായി പറയുന്നു, കാലാവസ്ഥാ വ്യതിയാനത്തെ പിടിപ്പുകേടിന്റെ പേരിൽ കുറ്റം പറയരുത് എന്ന പ്രയോഗം തന്നെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉപയോഗിച്ചത്. കാരണം 7 സംസ്ഥാനങ്ങളിൽ വരൾച്ച നേരിടുന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ ഒരു സർക്കാരിന് സാധിക്കാതെ പോകുന്നതാണ് അധികാരവർഗത്തിന്റെ പിടിപ്പുകേട് എന്ന് പ്രതിപക്ഷം പറയുന്നത്. ഒന്നത്, താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ വിപണിയിൽ എങ്ങനെ ഇടപെടാൻ സാധിച്ചു എന്നുള്ള സംശയം കൂടി ഉയർത്തുന്നു. അതായത് ഓണച്ചന്തകൾ പോലെ ഉത്സവ ചന്തകൾ ഇല്ലാതായിരിക്കുന്നു. സപ്ലൈകോയിലും കൺസ്യൂമർ ഫെഡും അടക്കമുള്ള പൊതുവിതരണ സമ്പ്രദായങ്ങൾ പാടെ ഇല്ലാതായിരിക്കുന്നു. അവിടെയൊക്കെ വലിയ അഴിമതികൾ നടക്കുന്നു. അതിനുദാഹരണം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. സപ്ലൈകോയിൽ 16 MDമാരെ മാറി പരീക്ഷിച്ചിരിക്കുന്നു എന്ന ആക്ഷേപവും പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഞാൻ ഇക്കാര്യത്തിലെ ഫാക്ട്സിന് അല്ലെങ്കിൽ വസ്തുതകളുടെ മുകളിൽ യാതൊരു തരത്തിലുള്ള ഡിസ്പ്യൂട്ടും കൊണ്ടുവരാൻ ഞാൻ തയ്യാറാകുന്നില്ല.
ഞാൻ സൂചിപ്പിച്ചല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന അഴിമതികൾ നടത്താൻ സൗകര്യപ്രദമാകുമാറ് മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തണമോ നടത്തണ്ടയോ എന്നുള്ള തീരുമാനത്തിന്റെ മുമ്പിൽ ഗവൺമെന്റ് എടുത്തൊരു തീരുമാനം, മാർക്കറ്റ് ഇന്റർവെൻഷൻ വേണം, പൊതുവിപണിയിലും പൊതുവിപണന രംഗത്തും ഭക്ഷ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ ഇടപെടലുകൾ ആവശ്യമാണ്. പക്ഷെ ആ ഇടപെടലുകളുടെ അർജൻസി, അതിൻ്റെ ആവശ്യകതയെ മുൻനിർത്തിക്കൊണ്ട് അവിടെ അഴിമതികൾ നടത്താനുള്ള അവസരം ഉണ്ടാക്കരുത്, അത് കൂടി തടയണം എന്ന ഒരു ഗവൺമെന്റിന്റെ നയമാണ് ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. എല്ലാ കാലഘട്ടത്തിലും കാലാകാലങ്ങളായി ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ കണ്ടു നിന്നുകൊണ്ട് ഇവിടുത്തെ ഭക്ഷ്യസുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഖജനാവ് കൊള്ളയടിക്കുന്ന സംവിധാനം കഴിഞ്ഞ ഗവൺമെന്റുകളുടെ കാലത്തുണ്ടായിരുന്നതെങ്കിൽ ആ ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ തന്നെ ആവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഈ ഗവൺമെന്റ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് അല്ലാതെ എവിടെയാണ് കഴിഞ്ഞ ഒരു ഉത്സവ സീസണുകളിലും വ്യാപകമായ തോതിലുള്ള കച്ചവടത്തിന്റെ പൊതു ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വില നിലവാരത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭൂതപൂർവമായ വിലക്കയറ്റം ഉണ്ടായിട്ടില്ല. ഒരു പ്രതിപക്ഷം ഓരോരോ രംഗത്ത് നിന്ന് വിഷയങ്ങളെ തിരിച്ചുവിടാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ഒരു 4 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന ഒരു പൊതു തിരഞ്ഞെടുപ്പിന് കളമൊരുക്കാൻ, രംഗമൊരുക്കാൻ, അതിന് രംഗവേദി ഉണ്ടാക്കാൻ ഈ പ്രതിപക്ഷം ശ്രമിക്കുന്നതിനെ നമ്മൾ എല്ലാവരും കൂടി ന്യായീകരിക്കേണ്ടുന്നതുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ ചോദ്യം. സഞ്ജിത്ത്, എന്തായാലും അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിന്റെ മറുപടി താങ്കളാണ് നൽകേണ്ടത്. എങ്കിലും താങ്കളുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ ശ്രീ പ്രമോദിലേക്ക് ഞാൻ ഒന്ന് പോവുകയാണ്. അതായത് ശ്രീ പ്രമോദ്, ഇപ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ദൃശ്യങ്ങൾ ഉണ്ട്. അതിൽ അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഒരു മന്ത്രി എന്ന നിലയിലും PM സുരേഷ് ബാബു പറയുന്നത് പോലെ അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന നിലയിലും ഞാൻ ആർഗ്യൂ ചെയ്യുന്നില്ല, അത് സത്യസന്ധമാണ് എന്നും പറയുന്നില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അതായത് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പറഞ്ഞത് കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം രൂപയുടെ മൂല്യത്തിൽ മാറ്റമുണ്ടാകുന്നു, ഉൽപാദന ശേഷിയിൽ മാറ്റമുണ്ടാകുന്നു, കാലാവസ്ഥാ വ്യതിയാനം എന്നത് നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടെ തോമസ് ഐസക് ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ വർഷം 60 രൂപ മുതൽ 80 രൂപ വരെയായിരുന്നു ഉഴുന്നുപരിപ്പിന് വില. അത് 225 രൂപ വരെ എത്തി നിൽക്കുന്നു. പരിപ്പിന്റെ വില കിലോയ്ക്ക് 70 രൂപയായിരുന്നു, 220 രൂപയിലേക്ക് എത്തി നിൽക്കുന്നു. പയറിന്റെ വില 30 രൂപയായിരുന്നത് 115 എത്തി നിൽക്കുന്നു. അതായത് 2014 2015 എൻഡുമാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്, എൻ്റെ കണക്കുകളല്ല. സ്വാഭാവികമായി അദ്ദേഹം നിരവധി തക്കാളി മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന എല്ലാ പച്ചക്കറിയുടെയും ലിസ്റ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പട്ടിക ഫേസ്ബുക്ക് പൂർത്തിയാക്കുന്നത്. ആർക്കും അത് പരിശോധിക്കാവുന്നതുമാണ്. താങ്കളുടെ നിഗമനത്തിൽ ഒരു സാമ്പത്തികകാര്യ ലേഖകൻ എന്നതുകൂടി പരിഗണിക്കുമ്പോൾ PM സുരേഷ് ബാബു പറയുന്നത് പോലെ ഒരു സ്വാഭാവികമായ വിലവർധനവ് മാത്രമാണോ ഇപ്പോഴുള്ളത്? ഒരു ശരാശരി മലയാളിയുടെ കുടുംബ ബജറ്റിന് ഈ വിലക്കയറ്റം താങ്ങാനാകുമോ? ആദ്യമേ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറച്ച് അധികം നാളുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങൾ പലതും അത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രത്യക്ഷമായ തരത്തിൽ ബാധിക്കുന്നതായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പോഴാണ് വിലക്കയറ്റം എന്നുള്ള വളരെ കാതലായ ഒരു വിഷയത്തിലേക്ക് നമ്മൾ ചർച്ച കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾ നിയമസഭയിൽ അത് ഉന്നയിക്കപ്പെടുകയും അത് ചർച്ചയാവുകയും ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ വിലക്കയറ്റം ഇല്ല എന്ന് പറയുന്ന അതിന് ഒരു തരത്തിലും അതിനോട് യോജിക്കാൻ കഴിയില്ല. വിലക്കയറ്റമില്ല എന്ന് സ്വാഭാവികമായ നോമിനൽ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ തൽക്കാലം സാധ്യമല്ല. കാരണം ഈ തോമസ് ഐസക് സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ പോലെ 2-3 ഇരട്ടി വിലവർധന ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ കഴിഞ്ഞ വർഷത്തെ വെച്ച് താരതമ്യം ചെയ്യണമെന്നില്ല. ഇന്ത്യയിൽ ഈ 2015 തുടക്കത്തിൽ നാണ്യപ്പെരുപ്പം കുറഞ്ഞു നിന്നിരുന്നുവെങ്കിലും ഒക്ടോബർ മാസത്തിൽ ഈ 4 മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 5% പണപ്പെരുപ്പത്തിലേക്ക് നമ്മളെത്തി. റിസർവ് ബാങ്ക് തന്നെ പറയുന്നത് 2017 മാർച്ചോടുകൂടി നാണ്യപ്പെരുപ്പ് നിരക്ക് 5% എത്തിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതിനിടയിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത് എന്താണ്? നാണയപ്പെരുപ്പം ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം, ആഗോള രൂപയുടെ വിലയിടിവ്, അങ്ങനെ ആഗോള സാഹചര്യങ്ങൾ, ഇതെല്ലാം ഇതിന് ഘടകങ്ങളാണ്. ഒപ്പം ആഭ്യന്തര ഉൽപാദനത്തിലെ കുറവും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ
തമിഴ്നാട്ടിൽ അദ്ദേഹം വിട്ടുപോയ ഒരു കാര്യം ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ അവിടുത്തെ വെള്ളപ്പൊക്കം ട്രാൻസ്പോർട്ടേഷനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ എറണാകുളം മാർക്കറ്റിൽ തന്നെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ വ്യാപാരികൾ പറയും പകുതി ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്, പല ട്രക്കുകളുടെ എണ്ണം പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനി കൂടാൻ തന്നെയാണ് സാധ്യത. കാരണം തമിഴ്നാട്ടിലെ ഉൾപ്പെടെയുള്ള ഇനിയുള്ള ഫോർകാസ്റ്റ് പറയുന്നത് വീണ്ടും അവിടെ പേമാരിക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. ഇപ്പോഴും തമിഴ്നാട്ടിൽ വീണ്ടും മഴ ആരംഭിച്ചിരിക്കുന്നു. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചത് എന്താണ്? അരിയുടെ വില വർദ്ധിച്ചിട്ടില്ല. അത് ഈ പറയുന്ന പോലെ ഒരു നോമിനലായിട്ടുള്ള വർധന ഉണ്ടായിട്ടുള്ളൂ എന്ന് അംഗീകരിക്കാം. പരിപ്പിൻ്റെ വില വർധന ഇന്ത്യയിലെ ബാക്കി സാഹചര്യവുമായിട്ട് അപ്പോൾ പിന്നെ പച്ചക്കറിയുടെ വില വർധനയുടെ കാര്യം നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ അരി മാത്രം കഴിച്ച് കഞ്ഞി മാത്രം കുടിച്ച് ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ആണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. ബാക്കി സാധനങ്ങൾക്കെല്ലാം ഈ പറയുന്ന രീതിയിൽ വില വർധന ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഉൾപ്പെടെയുള്ള നയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ഈ ഒരു പിന്നെ ഏറ്റവും കാതലായ കാര്യം ഈ പറയുന്ന തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്ന സംസ്ഥാനമാണ് കേരളം. വിപണിയിലെ ഇടപെടൽ 500 കോടി രൂപ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ 500 കോടി രൂപ മുടക്കി വിപണിയിൽ ഇടപെട്ടു. പക്ഷേ ഈ വിപണിയിലെ ഇടപെടൽ എത്രമാത്രം എഫക്റ്റീവായി എന്നുള്ള ചോദ്യമല്ലേ ഈ പറയുന്ന വിലവർധന മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത് എന്താ പറയുക, അത്രയും ഒരു എഫക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ ഇനി എന്താണ് വേണ്ടത്? ഇപ്പോൾ ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ചരക്കിൻ്റെ വരവ് കുറയാൻ തന്നെയാണ് സാധ്യത. അതിനെ നമ്മൾ പരിഹരിക്കാൻ നമ്മൾ എന്ത് നടപടിയെടുത്തു? ആ ഒരു തരത്തിലുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വിശകലനമോ സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ വരാം. അഡ്വക്കേറ്റ് പത്മകുമാർ, BJP നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പത്മകുമാർ, ക്ഷമിക്കണം താങ്കളിലേക്ക് വരാൻ അല്പം വൈകിയതിന്. എന്തായാലും അഖിലേന്ത്യാ തലത്തിൽ തന്നെ വിലക്കയറ്റം ഒരു പ്രതിഭാസമായി നിലനിൽക്കുന്നു. കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ കൂടുതൽ പരിപ്പ്, പയർ ഉൽപ്പന്നങ്ങൾ, വർഗ്ഗത്തിൽപ്പെട്ട ഉൽപ്പന്നങ്ങളും മറ്റും ഇറക്കുമതി ചെയ്യണം എന്ന തീരുമാനത്തിലേക്ക് പോകുന്നുമുണ്ട്. ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലും പയർ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില തന്നെയാണ് ഉള്ളത്. അങ്ങനെ തട്ടിച്ചു നോക്കുമ്പോൾ കേരളം ആ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വലിയ ഒരു വിലക്കയറ്റത്തിന്റെ പിടിയിലാണ് എന്ന് അനുമാനിക്കാനാകുമോ? തീർച്ചയായിട്ടും ഈ വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്നതിന് പ്രധാനമായിട്ട് പങ്കുവഹിക്കാൻ കഴിയുന്നത് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. സെൻട്രൽ ഗവൺമെന്റിന് പരിമിതമായ കാര്യങ്ങളെ അത് ചെയ്യാൻ പറ്റും. ഈ NDA ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ ശക്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് ഇന്റർവെൻഷനാണ്. സംസ്ഥാന ഗവൺമെന്റുകൾക്കും ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റ് ഇന്റർവെൻഷനാണ്. ഈ ഗവൺമെന്റ് ആദ്യം അധികാരത്തിൽ വന്ന ആദ്യ സമയത്ത് തന്നെ ചെയ്തൊരു കാര്യം, മാർക്കറ്റിലെ വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് കയറ്റുമതി തീരുവ എന്നുള്ളത് കൂട്ടിക്കൊടുത്തു. പൊട്ടറ്റോയുടെ അതേപോലെ തന്നെ നമ്മുടെ തക്കാളിയുടെ ഇതൊക്കെ കുറച്ച് കൊടുത്തു. ഏകദേശം 10 ലക്ഷം ടൺ അരി അധികമായി മാർക്കറ്റിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. വീറ്റ് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ നമ്മുടെ ആവശ്യ സാധനങ്ങൾ എസെൻഷ്യൽ കമ്മോഡിറ്റീസിന്റെ ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ട് അത് പൂഴ്ത്തിവെപ്പ് നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ട് അതിനെല്ലാം നോൺ ബെയിലബിൾ ഒഫൻസ് ആക്കി മാറ്റിക്കൊടുത്തു. സംസ്ഥാന ഗവൺമെന്റുകളുടെ സ്പെഷ്യൽ കോർട്ടുകൾ തീരുമാനിക്കാൻ പറഞ്ഞു. പക്ഷെ അത് കാര്യക്ഷമമായി സംസ്ഥാന ഗവൺമെന്റിൽ ചെയ്തിട്ടില്ല. ഞാൻ പൊതുവില് ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റിൽ കാര്യമായി ഇടപെടുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ കേരള ഗവൺമെന്റ് പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ റേഷൻ കടകളിൽ കൂടി അല്ലെങ്കിൽ സപ്ലൈ കോഡിൽ കൺസ്യൂമർ ഫെഡ് വഴി ആവശ്യമുള്ള സാധനം മിതമായ വിലയ്ക്ക് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അക്കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു. ഇനി അതിൽ എന്ത് ന്യായീകരണം പറഞ്ഞാലും ഈ സംസ്ഥാനം ഗവൺമെന്റ് പരാജയപ്പെട്ടു. പിന്നെ ഒന്ന് സ്റ്റേറ്റ് ഓൺ പ്രൊക്വയർമെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഈ ഗവൺമെന്റ് ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 10-15 കിലോ വരുന്ന തക്കാളി നമ്മുടെ തമിഴ്നാട്ടിൽ വരുന്നത് 200 രൂപയാണ്. അത് കേരളത്തിൽ ആലപ്പുഴയിലോ തിരുവനന്തപുരത്തോ എത്തുമ്പോൾ അത് 900 രൂപയായി വരും.
ഒരു കിലോയ്ക്ക് 7 പൈസ കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നില്ല. പക്ഷെ ഇവിടെ ഈടാക്കുന്നത് 600-700 രൂപ ഒരു ബാഗിന് കൂടുതലായിട്ടാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പൊ ഈ ഇത് ഉത്പാദിപ്പിക്കുന്നവന് വലിയ ഗുണം കിട്ടുന്നില്ല, കൺസ്യൂമറിനും കിട്ടുന്നില്ല, ഇടനിലക്കാർ അടിച്ചുകൊണ്ട് പോകും. ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് മെക്കാനിസമാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നത്? സംസ്ഥാന ഗവൺമെന്റിന്റെ നേരിട്ട് തന്നെ ഈ സാധനങ്ങൾ കർഷകരിൽ നിന്ന് വാങ്ങിയിട്ട് ഇവിടുത്തെ കൺസ്യൂമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ? സ്വീകരിച്ചിട്ടില്ല. നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന അധിക പച്ചക്കറികൾ വാങ്ങി ശേഖരിക്കുന്നതിന് തയ്യാറെടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഈ ശീതകാല പച്ചക്കറികൾ മൂന്നാറിലെ വട്ടവടയിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പച്ചക്കറികൾ ഉത്പാദിപ്പിച്ചതിന് ശേഷം അവസാനം ഇത് ഏറ്റെടുക്കാൻ ആളില്ല. കൺസ്യൂമർ ഫണ്ടിന് താല്പര്യമില്ല, ഹോർട്ടിക്കൾച്ചറിന് താല്പര്യമില്ല. അവർക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ ലാഭം കിട്ടുന്ന പച്ചക്കറികൾ അത് വാങ്ങിക്കൊണ്ട് ഇവിടെ സപ്ലൈ ചെയ്യുകയാണ്. മാത്രമല്ല ഇവിടുത്തെ പാവപ്പെട്ടവന് കൊടുക്കുകയല്ല, വലിയ വൻകിട ഹോട്ടലുകൾക്ക്, 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് സപ്ലൈ ചെയ്യുകയാണ് ഈ ഹോർട്ടിക്കൾച്ചറും അതുപോലെ തന്നെ സപ്ലൈ പോയൊക്കെ. സഞ്ജിത്ത്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിന്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇപ്പോൾ സംസ്ഥാനത്ത് നേരിടുന്ന ഈ വിലക്കയറ്റം എന്നതിനെ വിലക്കയറ്റം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, മറിച്ച് സ്വാഭാവികമായൊരു വില വർധന എന്നാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു സാധാരണക്കാരൻ ഇന്ന് വിപണിയിലേക്ക് ഇറങ്ങിയാൽ ഓറഞ്ച് 5 കിലോ വാങ്ങുവാണെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടും എന്നതൊഴികെ മറ്റൊന്നും ഇന്ന് സാധാരണക്കാരൻ്റെ പോക്കറ്റിന് നിരക്കും എന്ന് തോന്നുന്നില്ല. പക്ഷേ മന്ത്രിമാരുടെ മറുപടിയിൽ 797 നന്മ സ്റ്റോറുകളും 231 ത്രിവേണി സ്റ്റോറുകളും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ 15-ാം തീയതി വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് യോഗവും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ പൂർണ്ണമായും ഈ വിഷയത്തിൽ പരാജയമാണ്, ഇടപെടുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഞങ്ങളിത് ഇന്ന് മാത്രം ഉന്നയിച്ചൊരു വിഷയമല്ല. ഓണക്കാലത്തും അതിന് ശേഷവും ഞങ്ങളുടെ എല്ലാ ക്യാമ്പയിനുകളുടെ പ്രധാനപ്പെട്ട ഫോക്കസ് ഈ ജനകീയ വിഷയമായിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഈ ചാനലിലടക്കം ഇടതുപക്ഷത്തിന്റെ പങ്കെടുത്ത് പറഞ്ഞതുമാണ്. ഞങ്ങൾ ഇതാണ് ഫോക്കസ് ചെയ്തത്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെൻറ്റുകൾ പൊതുവിപണിയിൽ നിന്ന് മാറുകയാണ്. അത് പുതിയ നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മാറ്റമാണ്. ആ മാറ്റത്തിൻ്റെ ദുരന്തമാണ് കേരളത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവശ്യ ഭക്ഷ്യ വസ്തു നിയമം ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിനകത്ത് നിയമം പാസ്സാക്കിയതെടുത്ത് വെച്ച് തുടങ്ങുകയാണ് ഇന്ത്യയുടെ സാധാരണ മനുഷ്യൻ്റെ പോക്കറ്റ് കൊള്ളയടിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കൽ. ഞങ്ങളിവിടെ ഇന്ന് കൃത്യമായി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്കാണ്. അതിനെല്ലാ ബഹുമാനത്തോടും വിശ്വാസത്തോടും സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഇത്രയും പണം മാർക്കറ്റ് ഇൻ്റർവെൻഷന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണമാർക്കാണ് കിട്ടിയത്? അതിൻ്റെ ഗുണം കിട്ടിയത് സാധാരണ മനുഷ്യനാണ് എന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ബാബു പറയുന്നത് അദ്ദേഹം കോൺഗ്രസ് വക്താവായതുകൊണ്ട് മാത്രമാണ്. ജനങ്ങൾക്ക് ഇത് അനുഭവവേദ്യമല്ല. ഞങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഇക്കാര്യത്തിൽ സമ്പൂർണ്ണമായും ചെയ്തു എന്നല്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ പൊതുവിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഏറ്റവും ശക്തമായ സമീപനങ്ങൾ സ്വീകരിച്ചു. എന്നാൽ കഴിഞ്ഞ 4 വർഷക്കാലം പൊതുവിതരണ സംവിധാനത്തിനെ സമ്പൂർണ്ണമായും ദയാവധത്തിന് വിധേയമാക്കിയ ഒരു ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഭക്ഷ്യ അലോട്ട്മെൻറ്റ് സമ്പൂർണ്ണമായും നിരാകരിച്ചൊരു കാലം കൂടിയാണ് കഴിഞ്ഞ UPA ഗവൺമെൻറ്റിൻ്റെ കാലവും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാലം. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒഴിയേണ്ട ഒരു ഘട്ടമല്ല ഇത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിന് മേൽ ദുരിതത്തിൻ്റെ പെരുമഴ സൃഷ്ടിക്കുന്ന ഈ വിലക്കയറ്റത്തിൻ്റെ പെരുമഴയിൽ നിന്ന് സംരക്ഷിക്കാൻ ഏതർത്ഥത്തിലുള്ള നീക്കങ്ങൾ നടത്തണം. അത് നീക്കം നടത്തുമ്പോൾ പ്രതിപക്ഷം എന്ന നിലയിൽ സഹകരിക്കണം എന്ന് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞു. ഞങ്ങളതിനെ ഏത് ഘട്ടത്തിലും സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ ഈ നയം മാറ്റണം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം അഴിമതിയിൽ മുങ്ങിപ്പോയൊരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. കെടുകാര്യസ്ഥത, അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനം സിവിൽ സപ്ലൈസ് വകുപ്പിലും ഉണ്ടായി. എനിക്ക് കോൺഗ്രസിൻ്റെ വക്താവ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട അനൂപ് ജേക്കബ് ഈ ചർച്ചയിലുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പോലും മറുപടി പറയാൻ കഴിയുമായിരുന്നില്ല. എങ്ങനെ ഇത് ആനുപാതികമായൊരു വർധനമാണ്. അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ സമ്മേളനം 2013 ജൂലൈ മാസം 5-ാം തീയതിയത്തെ പത്രവാർത്തകൾ പരിശോധിച്ചാൽ അദ്ദേഹം നിയമസഭയ്ക്കകത്ത് പറഞ്ഞ വലിയ ഭീമമായ വിലക്കയറ്റം കേരളത്തിലുണ്ട് എന്ന് സമ്മതിച്ചതാണ്. അതിൽ നിന്ന് എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ അവിടെയാണ് ഭീമമായ വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് സാധാരണ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കണക്കിൻ്റെ വാചാലത കൊണ്ട് മറച്ചു വെക്കാവുന്നൊരു വിഷയമല്ലേ ഇത്? കൂടുതൽ ഭീമമായ വിലക്കയറ്റത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഈ വരൾച്ച കൂടുതൽ വ്യാപിക്കാൻ പോകുന്നു. പെട്രോളിന് വില വർദ്ധിക്കാൻ പോകുന്നു. ഇന്ന് പാചകവാതകത്തിൻ്റെ സബ്സിഡി വർദ്ധിച്ചിരിക്കുകയാണ്. സബ്സിഡി അല്ല, അതിന്റെ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഇല്ലാത്ത സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പോളിസി എന്നത്
നവലിബറൽ സാമ്പത്തിക നയങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന വിപണി ഇടപെടലുകൾ അപര്യാപ്തമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. ഞാൻ വരാം. ശ്രീ ഡിജോ കാപ്പൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, ഇവിടെ രണ്ട് ഭാഗത്ത് നിന്ന് ഉയരുന്ന ആക്ഷേപം. ഒരു ഭാഗത്ത് പറയുന്നു ഇത് സ്വാഭാവികമായ ഒരു വില വർധന, മറുഭാഗത്ത് പറയുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി മലയാളി ഈ വിലക്കയറ്റത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നു, അവിടെ വില ഉയരുന്നു എന്നതിനപ്പുറത്തേക്ക് താഴ്ചയിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും എത്തുന്നില്ല എന്ന്. എന്താണ് താങ്കളുടെ നിരീക്ഷണം? തമിഴ്നാട്ടിലെ കാലാവസ്ഥ കൊണ്ട് പച്ചക്കറികളുടെ എല്ലാം വില അമിതമായി വർദ്ധിച്ചിരിക്കുക. തക്കാളി ഇന്ന് 60 രൂപയാണ്. 10 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കോവയ്ക്ക് 60 രൂപ വിലയായിരിക്കുന്നു. അങ്ങനെ മലയാളികളുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് മുഴുവൻ വില കുതിച്ചു കയറുമ്പോഴും ഇതിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒരു നോക്കുകുത്തിയായി നിൽക്കുന്നു. അതിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടാതെ ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നിന്ന് ന്യായമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ അധികാരത്തിൽ വന്ന കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്ര ഭരണം മാറിയാൽ ഞങ്ങൾ സബ്സിഡിയുടെ കാര്യത്തിലൊക്കെ വളരെ ലിബറൽ ആയിട്ടുള്ള തീരുമാനമെടുക്കും, ഗ്യാസ് സിലിണ്ടറൊക്കെ ഏതാണ്ട് സൗജന്യമായി കിട്ടുമെന്ന നിലയിലായിരുന്നു സംസാരം. പക്ഷെ ഇന്ന് സൗജന്യമില്ലാത്ത ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപയും കൊമേഴ്ഷ്യൽ സിലിണ്ടറുകൾക്ക് 103 രൂപയായിരുന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആഗോളതലത്തിൽ ക്രൂഡിന്റെ വില കുറയുന്നു ഒരു തരത്ത്, പക്ഷെ ഇന്ത്യയിൽ അത് ജനങ്ങൾക്ക് കിട്ടുന്നില്ല. വില കൂടുമ്പോൾ അത് ജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും വില കുറയുമ്പോൾ അല്ലെങ്കിൽ ക്രൂഡിന്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറയുമ്പോൾ അതനുസരിച്ചുള്ള ബെനിഫിറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊരു ദുഃഖസത്യമാണ്. റൈറ്റ്, വളരെ നന്ദി ശ്രീ ഡിജോ കാപ്പൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഡിജോ കാപ്പന്റെ കൂടി വാക്കുകൾ. സഞ്ജിത്തിനെ മാത്രമല്ല, വളരെ കൃത്യമായി അദ്ദേഹം കൺസ്യൂമർ ഫെഡും സപ്ലൈകോയും പോലെയുള്ള പൊതുവിതരണ ശൃംഖല ഏത് രീതിയിലാണ് കുത്തഴിഞ്ഞു പോയിരിക്കുന്നു എന്ന കാര്യം വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ വിപണിയിലെ വില 10 രൂപയ്ക്ക് ലഭിച്ചിരുന്ന കോവയ്ക്ക് 40 രൂപയാണ് ഇന്നത്തെ വില എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അഭിപ്രായമായി അതിനെ കണ്ടാൽ പോലും സർക്കാർ വലിയ തോതിൽ പണം വിപണി ഇടപെടലിന് വേണ്ടി മുടക്കിയെങ്കിൽ സ്വാഭാവികമായും 10 രൂപയുടെ കോവയ്ക്ക് 15 രൂപയോ 20 രൂപയോ ആയിക്കൊള്ളട്ടെ, അതിന് 40 രൂപയ്ക്ക് വാങ്ങേണ്ടി വരുമ്പോൾ ഈ പണം പിന്നെ എന്തിന് ചെലവാക്കി, എന്ത് ഇടപെടൽ എന്ന സംശയമുണ്ടാവുക സ്വാഭാവികമല്ലേ? ശ്രീ അഭിലാഷ്, എന്നോട് ഈ ചർച്ചയിൽ ആദ്യം തന്നെ ചോദിച്ചത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ ഉപരി താങ്കൾ ഒരു പൊതു കുടുംബസ്ഥൻ എന്നുള്ള നിലയിൽ താങ്കളുടെ സമീപനം അല്ലെങ്കിൽ താങ്കളുടെ ജീവിതാനുഭവം എന്താണ് എന്ന ഒരർത്ഥത്തിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചല്ലോ താങ്കൾ. തീർച്ചയായും ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പോൾ താങ്കൾ ശ്രീ തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞ വിലകൾ തുവരപ്പരിപ്പിൻ്റെയും പരിപ്പിൻ്റെയും ഉള്ള വിലയിടാണ് 200-250 രൂപ ഉള്ളത്. ഞാനൊരു കാര്യം ഞാൻ പറയാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് 35 കിലോ അരിയാണ് ഒരു മാസത്തേക്ക് വാങ്ങുന്നത്. 500 ഗ്രാം പരിപ്പും വാങ്ങുന്നുണ്ട്. ഒരു മാസത്തെ കാര്യമാണ് പറഞ്ഞത്. ഈ 35 കിലോ അരിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വില വർധനവ് ഉണ്ടായിട്ടില്ല എന്നാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അരി, പഞ്ചസാര, നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുന്നത് നിത്യം ഉപയോഗിക്കുന്നത് അരി, പഞ്ചസാര, ഗോതമ്പ്, ചായ ഇത്രയാണ് കേരളത്തിലെ ജനങ്ങൾ പൊതുവായി ഉപയോഗിക്കുന്നത്. അതാണ് ഗവൺമെന്റിൻ്റെ അകത്ത് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ പബ്ലിക് മാർക്കറ്റ് ഇന്റർവെൻഷനിലൂടെ ജനങ്ങൾ ഗവൺമെന്റ് ഉടനെ ഇടപെട്ടുകൊണ്ട് വില നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സാഹചര്യം. പരിപ്പിന്റെ വിലക്ക് നിയന്ത്രിക്കേണ്ട എന്നൊന്നും പറഞ്ഞത് ഞാൻ അർത്ഥമില്ല. പക്ഷേ ഒരു പരിപ്പിന്റെ വില ചൂണ്ടിക്കാണിച്ച് രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഗവൺമെന്റിന്റെ വില നിയന്ത്രണ സംവിധാനം പരാജയമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ശ്രമിക്കുന്നതിൻ്റെ അകത്തുള്ള രാഷ്ട്രീയം നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. പരിപ്പും വില കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് വേണ്ടതാണ്. പരിപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമല്ല നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വസ്തുക്കളൊന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് വേണം അത് ഇടപെടാൻ. അതിന് പൊതുവിതരണ സമ്പ്രദായത്തിന്റെ സബ്സിഡൈസ്ഡ് ലിസ്റ്റിൽ പെടുന്ന പലവ്യഞ്ജനങ്ങളിൽ ഇത് പെടുന്നില്ല. അപ്പൊ പൊതു മാർക്കറ്റിൽ നിന്ന് കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് വാങ്ങുകയും അത് ട്രാൻസ്പോർട്ടേഷൻ നടത്തി കേരളത്തിൽ എത്തിച്ച് മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള വില വർധനവിനെ ഒരു ഗവൺമെന്റിന്റെ സമ്പൂർണമായ പരാജയമാണ് എന്ന നിലയ്ക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കുറച്ച് കടുത്ത കൈയാണ്, അതല്ലെങ്കിൽ കുറച്ച് ക്രൂരമാണത് എന്ന് വെച്ച് കേരളത്തിലെ ജനങ്ങൾക്കൊന്നും ഇത്തരം കാര്യങ്ങളിൽ ആനുകൂല്യം വിലക്കുറവിന്റെ ആനുകൂല്യങ്ങൾ കിട്ടണ്ട എന്ന് ഞാൻ പറയുന്നില്ല. 10 രൂപയാണ് ഇന്നലെ കോവക്കയുടെ വില എന്ന് എനിക്കറിയില്ല. ഞാൻ കോവക്ക മിനിഞ്ഞാന്നും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം ഒരു ആവശ്യം ഇവിടെ ചർച്ച വരുമെന്ന് അറിയില്ലായിരുന്നു. എങ്കിൽ ഞാൻ ഭാര്യയോട് ചോദിച്ച് അതിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കി വരുമായിരുന്നു. പക്ഷേ 10.40 ആയതിന്റെ
പ്രൊപ്പോഷനെ കുറിച്ച് എനിക്കറിവില്ല. അതിനെക്കുറിച്ച് ശ്രീ ഡിജോ കാപ്പൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളതിനെ കുറിച്ച് എനിക്ക് പറയാനും അറിയില്ല. അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, അതായത് താങ്കൾ പറയുന്നത് പോലെ അരിയും പരിപ്പും ഒക്കെ നമുക്ക് മാറ്റിവെച്ചാലും സ്വാഭാവികമായും ഒരു ശരാശരി മലയാളി മറ്റു പച്ചക്കറികളെ അല്ലെങ്കിൽ മത്സ്യത്തെ, മാംസത്തെയൊക്കെ ആശ്രയിക്കുന്നവരാണ്. നേരത്തെ ഇവിടെ ശ്രീ പ്രമോദ് തന്നെ സൂചിപ്പിച്ചു, കഞ്ഞി മാത്രം കുടിച്ചൊരു മലയാളിക്ക് മുന്നോട്ട് പോവുക എന്നത് സാധ്യമാകുന്ന ഒന്നല്ല. ആ നിലയിൽ വിലയിരുത്തുമ്പോൾ പോലും വിപണിയിൽ വലിയ തോതിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ നടക്കുമ്പോൾ അതിൽ കൃത്യമായി ഇടപെടുക എന്നതും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയല്ലേ? മാത്രമല്ല, ഇപ്പോൾ വളരെ നല്ല ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, ഹോട്ടലുകളുടെ വില നിയന്ത്രിക്കുക എന്നുള്ളത്. പക്ഷേ ഹോട്ടലുകാർ ചോദിക്കുന്നത് അവർ വാങ്ങുന്ന ഉൽപ്പന്നം, അതായത് പച്ചക്കറിയുടെയും ഇറച്ചിയുടെയും ഒന്നും വില നിയന്ത്രിക്കാൻ സാധിക്കാതെ അതിന് സബ്സിഡി നൽകുകയോ മറ്റ് വഴികളിലേക്കോ പോയി വില കുറയ്ക്കാതെ അവരുടെ ഉൽപ്പന്നത്തിന് മാത്രം വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പ്രാവർത്തികമാണോ എന്നുള്ളതാണ്. അങ്ങനെ സമസ്ത മേഖലയിലും വലിയ പ്രതിസന്ധി നേരിടുന്നു വില വർദ്ധിക്കുമ്പോൾ. ശ്രീ സുരേഷ് ബാബു. അഭിലാഷ, ഇതൊക്കെ ഒരു പിന്നെ ആലങ്കാരിക ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു പരാമർശങ്ങൾ മാത്രമാണ്. കഞ്ഞി മാത്രം കുടിച്ച് ജീവിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ മറുപടി ഞാൻ പറയണോ? കഞ്ഞി മാത്രമല്ലല്ലോ കേരളത്തിലെ ജനങ്ങളുടെ ആഹാരം. അരി ആഹാരം തന്നെയാണെങ്കിലും ചോറാണ്. ചോറിന് കറി വേണം, മത്സ്യം വേണം, അല്ലെങ്കിൽ പച്ചക്കറി വേണം. പച്ചക്കറിക്ക് ചേനയുണ്ട്, വെണ്ടയുണ്ട്, കൈപ്പക്കയുണ്ട്. പരിപ്പ് മാത്രമല്ല ഈ നാട്ടിലെ പച്ചക്കറികൾ ധാരാളമുണ്ട്. വിലക്കുറവിലുള്ള സാധനങ്ങൾ ധാരാളം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ലഭ്യമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാർ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു സാമ്പത്തിക നിരൂപകനൊക്കെ അത്തരം കാര്യങ്ങൾ സമീപിക്കുമ്പോൾ അതിനോട് ചെറിയൊരു വിഷമം തോന്നുകയാണ്. എന്തായാലും മറ്റൊരു സാമ്പത്തിക വിദഗ്ധ കൂടി, തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി മേരി ജോർജ് കൂടി ടെലിഫോൺ ലൈനിലുണ്ടോ? മാഡം, ഇവിടെ ഉണ്ടാകുന്ന ഒരു ആക്ഷേപം, അതായത് സ്വാഭാവികമായ ഒരു വിലക്കയറ്റം അത് ഉണ്ടാകാം, അല്ലെങ്കിൽ വില വർധന, വിലക്കയറ്റം എന്ന് നിരീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടാകുന്ന വില വർധനവിന് ഒരു സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്ന് മാത്രം ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. എന്താണ് താങ്കളുടെ നിരീക്ഷണം? ആ ഒരു വീക്ഷണത്തോടെ എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാല്, ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളെ വരൾച്ചാ സംസ്ഥാനങ്ങളായി പ്രഖ്യാപിച്ചു. നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതലായിട്ട് തരുന്ന കർണാടകത്തിലെ 27 ജില്ലകളെ വരൾച്ചാ ബാധിത ജില്ലകളായിട്ട് പ്രഖ്യാപിച്ചു. നമുക്ക് അരി നൽകുന്ന ആന്ധ്രാപ്രദേശിലെ 7 ജില്ലകൾ വരൾച്ചാ ബാധിതമാണ്. ഇതൊക്കെ നേരത്തെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോ സാധാരണ കച്ചവടക്കാരും മൊത്ത കച്ചവടക്കാരും ഇവിടുത്തെ ഉത്സവ സീസണുകള് അല്ലെങ്കിൽ കേരളത്തിന്റെ മൊത്തം അവസ്ഥ, അതായത് നമ്മൾ 1980 40% ഭക്ഷ്യോൽപ്പന്നങ്ങളെ ഇവിടെ ഉത്പാദിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ 10-12% ഉത്പാദിപ്പിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ബാക്കി മുഴുവനും 88% ഭക്ഷ്യോൽപ്പന്നവും നമുക്ക് ഇറക്കുമതി ചെയ്തേ പറ്റൂ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന സംസ്ഥാനങ്ങൾ വരൾച്ചാ ബാധിതമാണ് എന്ന് വരുമ്പോൾ അതിന്റെ കിട്ടാനുള്ള സാധ്യത വളരെ ദുർലഭമായി കൊണ്ടിരിക്കുകയാണെന്ന് കണ്ട് നേരത്തെ തന്നെ വിപണിയിൽ ഇടപെടണമായിരുന്നു. ആ കാര്യത്തിൽ ഗവൺമെന്റിന് പിടിപ്പുകേട് പറ്റി എന്ന് തന്നെ പറയാതെ, അത് ഭക്ഷ്യവകുപ്പിന്റെ കുഴപ്പമാകാം, അത് കുഴപ്പം ആരുടേതാണെങ്കിലും ഗവൺമെന്റിന്റെ കുഴപ്പമായിട്ട് തന്നെയാണല്ലോ പറയേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നത് നോക്കൂ, 13 ഉൽപ്പന്നങ്ങൾ, പച്ചക്കറികള് 13 ഉൽപ്പന്നങ്ങൾ 30% സബ്സിഡിക്ക് ലഭ്യമാക്കും. പക്ഷെ അത് ലഭ്യമാക്കാൻ തുടങ്ങിയിട്ടില്ല. അതിനെപ്പറ്റി പഠിക്കാൻ കർണാടകത്തിലേക്ക് ഇവിടെ നിന്ന് ആൾക്കാരെ അയക്കുകയാണ്. അവിടെ നിന്ന് അവര് സാമ്പിള് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ അത് പരിശോധിച്ച് അതിന്റെ വിഷാംശമൊക്കെ കുറവാണെന്ന് കണ്ട് പിന്നീടാണ് ഓർഡർ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ അത് ഓർഡർ കൊടുത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോഴത്തെ സീസൺ, അതായത് ഉത്സവം, ക്രിസ്മസും കഴിഞ്ഞിരിക്കും, അതുപോലെ ശബരിമല ഉത്സവവും കഴിഞ്ഞിരിക്കും. അപ്പൊ ആർക്കാണ് അതിന്റെ പ്രയോജനം കിട്ടുന്നത്? അതുപോലെ തന്നെ ഇതിപ്പോ ഗവൺമെന്റിനെ മാത്രം കുറ്റപ്പറയുകയല്ല അഭിലാഷ്. അതായത് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും ഈ ഗവൺമെന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തില് ഇടപെടലിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസത്തില് അല്ലെങ്കിൽ ഗുണപരമായ മേന്മക്കുറവില് അവരുടേതായ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പേരാവൂർ സംഭവം കണ്ടു.
അതായത് അഴുക്ക് ഭക്ഷണം കഴിക്കേണ്ടി വന്ന ആദിവാസി കുട്ടികൾ, ഈ ആദിവാസി കുട്ടികൾക്കൊക്കെ വേണ്ടിയാണ് ഇവിടെ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കാര്യക്ഷമമായി നടത്തേണ്ടത്. എവിടെയായിരുന്നു ഈ ജനപ്രതിനിധികൾ? കോൺഗ്രസിന്റെ ജനപ്രതിനിധികളാകാം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അവരെവിടെയായിരുന്നു? ഈ പറയപ്പെട്ട ആദിവാസി മേഖലകളിലൊക്കെ എത്തുന്നുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ നേരത്തെ കണ്ടു കഴിഞ്ഞു. അതായത് ക്ഷേമ പെൻഷനുകൾക്കായിട്ട് നീക്കി വെച്ചിരുന്ന ഗവൺമെന്റ്, അതായത് പോസ്റ്റ് ഓഫീസിനെ ഏൽപ്പിച്ച നിരവധി കോടി രൂപ, 700 ചില്ലുവാൻ കോടി രൂപ കൊടുത്തതിൽ വളരെ കുറച്ച് മാത്രമേ ജനങ്ങളിൽ എത്തിയുള്ളൂ. ബാക്കി അവരെ പൂഴ്ത്തിവെച്ചു അവരുടെ ആവശ്യത്തിന് വേണ്ടി എപ്പോഴെങ്കിലും കൊടുത്ത. ഇതൊക്കെ ജനപ്രതിനിധികൾ അറിയണ്ടേ? അതാത് പ്രദേശത്ത് ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജനപ്രതിനിധികൾ അറിയണം. അത് ഗവൺമെന്റിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെ ജനപ്രതിനിധികളും അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇടപെടാൻ വൈകിപ്പോയിരിക്കുന്നു. സമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ ഇത് മതിയായിരുന്നു. സമയപരിമിതി മൂലമാണ് ഞാനും ഇടപെടുന്നത്. ശ്രീമതി മേരി ജോർജ്, വളരെയധികം നന്ദി. അഡ്വക്കേറ്റ് പത്മകുമാർ, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ഘട്ടത്തിലേക്ക് ഞാൻ തിരികെ എത്താം. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിയത്തിന് ഉണ്ടായിട്ടുള്ള അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായിട്ടുള്ള തകർച്ച നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. പലപ്പോഴും വില കയറുമ്പോൾ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ എണ്ണവില വളരെയധികം കുറഞ്ഞിരിക്കുന്നു, പകുതിയിൽ താഴെ എത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു, ഇന്ന് ഈ ചർച്ച നടക്കുമ്പോൾ പോലും. അല്ലേ, നമ്മൾ ഈ യഥാർത്ഥ വസ്തുതകള് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. ഈ എൻ.ഡി.എ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് സബ്സിഡി ഇല്ലാത്ത ഗ്യാസിന്റെ വില എത്രയായിരുന്നു? 1200. മറ്റേ ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന 1800. ഇന്നത്തെ വില എത്ര? ഇന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചിട്ടുണ്ട്. ഇന്ന് അതനുസരിച്ചിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എവിടെയെങ്കിലും കുറയ്ക്കുന്നുണ്ടോ? അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിൽ. പിന്നെ 12 സിലിണ്ടർ ഒരു കുടുംബത്തിന് സബ്സിഡി റേറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും സബ്സിഡി ഇല്ലാത്ത റേറ്റിന് സിലിണ്ടറിന് വില കൂട്ടിയത് കൊണ്ട് ഇവിടെ അത് വിലക്കയറ്റം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? വസ്തുതകളായി കാണണം. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സബ്സിഡിയെ സംബന്ധിച്ച് കോൺഗ്രസ് ഗവൺമെന്റ് എടുത്ത നിലപാട്, അവർക്ക് പിന്തുണ LDF ഗവൺമെന്റ്, ഈ CPM-ന്റെ പിന്തുണയൊക്കെ ഉണ്ടായപ്പോൾ ഒന്നാം UPA ഗവൺമെന്റ് എടുത്ത നിലപാടെന്താ? ഈ ഗവൺമെന്റ് ബാലി കരാറുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടെന്താ? നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ കർഷകർക്ക് നമ്മുടെ കൊടുക്കുന്ന സബ്സിഡി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാനുള്ള ഒരു അധികാരം ചെന്നാൽ മാത്രമേ നമ്മൾ ഒപ്പിടുകൂ എന്ന് പറഞ്ഞിട്ട് 159 രാജ്യങ്ങൾക്കെതിരായി നിലപാടെടുത്തില്ലേ? അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കർഷകരെയും ദരിദ്രരെയും താഴെ ജീവിക്കുന്ന ആളുകളെയും ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് പോകുന്നത്. അത് മനസ്സിലാക്കാതെ ഈ സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യാതെ കേന്ദ്ര ഗവൺമെന്റ് കുറ്റം പറഞ്ഞിട്ട് ഏതെങ്കിലും കാര്യമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് ഇന്റർവെൻഷൻ, അതിനെന്താ നടപടി? അതൊന്നുമില്ലല്ലോ. അതുപോലെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം കാര്യമാക്കുന്നതിന് പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. യഥാസ്ഥിതി ഈ ഏകദേശം 50 ലക്ഷം ടൺ അരി വേണ്ട സ്ഥലത്ത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന എത്രയാ? ഈ നെൽകൃഷി എത്ര കുറഞ്ഞിട്ടുണ്ട്, ഏരിയ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ, ഈ കാര്യമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ഈ തൊലിപ്പുറത്തുള്ള ഒരു ചികിത്സയുമായിട്ട് എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അത്തരം ഒരു ആക്ഷേപം ഞാനല്ല, മറിച്ച് ശ്രീമതി മേരി ജോർജിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിൽ ആക്ഷേപം ഉന്നയിച്ച. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് പത്മകുമാർ. ശ്രീ പ്രമോദ് തോമസ്, അതായത് നേരത്തെ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു, 7 സംസ്ഥാനങ്ങളെ വരൾച്ചാബാധിതമായി വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അതായത് 12% മാത്രമാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് ആവശ്യമായത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി 88% പുറത്തു നിന്ന് എത്തുന്നു എന്നുള്ളതൊക്കെ ഒരു വെല്ലുവിളിയാണ് താനും. അതും ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ സുരേഷ് ബാബു സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ ഒരു സംസ്ഥാനത്തിന്, ആ സംസ്ഥാനത്തിൽ ഭരിക്കുന്ന സർക്കാരിന് ഇത്തരം വിഷയങ്ങളിലും വലിയ പരിമിതിയില്ലേ വില നിയന്ത്രിക്കുന്നതിൽ? പരിമിതിയുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ആഗോള തലത്തിലും ദേശീയ തലത്തിലുമുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു പരിധിവരെ വിലക്കയറ്റത്തിന് കാരണമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ശ്രീ മേരി ജോർജ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതെല്ലാം നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തമിഴ്നാട്ടിലെ അത് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ
അഭിലാഷ് തന്നെ പറഞ്ഞു 15-ാം തീയതിയാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. 15 ദിവസം കഴിഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മാസത്തെ വിലയും ഈ മാസത്തെ വിലയും തമ്മിൽ തക്കാളിയും സവാളയും മാത്രം എടുക്കാം. ഒരു ഇരട്ടിയോളം വില വർധനയാണ് ഈ സാധനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു സാധാരണ കുടുംബം അവരുടെ ഒരു പ്രതിമാസം 4000 രൂപയ്ക്കാണ് അവർ സാധനങ്ങൾ വാങ്ങരുതെന്ന് കരുതുക. ഈ വില വർധന വെച്ച് നോക്കുമ്പോൾ അവർ 1000-1500 രൂപ അധികം നൽകേണ്ടി വരുന്നു. ഇത് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്പെൻഡ് ചെയ്യാൻ അത് തടസ്സമാകുന്നുണ്ട്. അവരുടെ സേവിങ്സിന് ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേറൊരു തരത്തിൽ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ ഒരു സാമ്പത്തിക മേഖലയെ തളർച്ചയിലേക്ക് നയിക്കുന്ന ഘടകമാണ്. ഇപ്പോൾ ചോദ്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ സർക്കാരിന് പരിമിതികൾ ഉണ്ട്, തീർച്ചയായും പരിമിതികളുണ്ട്. പക്ഷേ ഈ പരിമിതികളിൽ നിന്ന് ജനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇതിൻ്റെ ഒരു രൂക്ഷത കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണ്ടേ ഒരു സർക്കാർ വിപണിയിൽ ഇടപെടേണ്ടതും അതിന് കാര്യക്ഷമമായി ഇതിൻ്റെ വിലക്കയറ്റത്തിൻ്റെ ഒരു ഏറ്റവും അഡ്വേഴ്സ് ഇഫക്റ്റ് അവരുടെ എത്തിക്കാതെ തടഞ്ഞു നിർത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഗവൺമെൻറ്റിന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും ആഗോളതലത്തിലുള്ള പിന്നെ നേരത്തെ ക്രൂഡ് ഓയിലിൻ്റെ കാര്യം പറഞ്ഞു. ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഇത് പാസ് ഓൺ ചെയ്യാൻ ഇതും വില വർധനയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈ വില വർധനയ്ക്ക്, പച്ചക്കറി ഉൾപ്പെടെയുള്ള വില വർധനയ്ക്ക്, പച്ചക്കറിയുടേത് ഉൾപ്പെടെയുള്ള വില വർധനയ്ക്ക് വളരെയധികം സാധ്യത ഒരുക്കുന്ന ഘടകമാണ്. ഇതെല്ലാം തന്നെ സർക്കാരിന് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറാൻ കഴിയില്ല. സർക്കാർ തന്നെ ആണ് ഈ ഒരു സാഹചര്യത്തിൽ മുന്നിട്ടിറങ്ങി ഇപ്പോൾ ഈ പറയുന്ന ക്രിസ്മസ് ന്യൂ ഇയർ വിപണിയുണ്ട്. ഇനി സമയം എൻ്റെ അഭിപ്രായത്തിൽ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴാണ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടല്ല, ഇപ്പോഴാണ് എന്തെങ്കിലും നടപടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എടുക്കേണ്ട സമയം എന്നാണ് എൻ്റെ അഭിപ്രായം. സഞ്ജിത്ത്, അതായത് വടക്കേ ഇന്ത്യയിലെ കാലാവസ്ഥ വ്യതിയാനം, ഉൽപാദനത്തിലുണ്ടായിരിക്കുന്ന ഗണ്യമായ കുറവ്, ഇതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. ഇനി തമിഴ്നാട്ടിലെ മഴ എത്രത്തോളം ക്ഷീണം ചെയ്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു വിവരത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ കനത്ത മഴ തുടരുകയും ചെയ്യുന്നു. ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ പെട്രോളിയത്തിൻ്റെ വില കുറഞ്ഞതുപോലും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ സംസ്ഥാനത്തെ ജനങ്ങൾ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ അവർക്ക് ആശ്വാസകരമായ രീതിയിലേക്ക് വില നിയന്ത്രിക്കാൻ, വിപണിയിൽ ഇടപെടാൻ ഇപ്പോഴത്തെ സംവിധാനങ്ങൾക്ക് സാധിക്കുമോ? ഒരു സംസ്ഥാന സർക്കാരിന് സാധിക്കേണ്ടതായിരുന്നു. സംസ്ഥാന സർക്കാരിന് സാധിക്കേണ്ടതാണല്ലോ. അതിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കെടുതി. അത് അഡ്മിറ്റ് ചെയ്യുകയും സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെടുകയും വേണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മേഖലയിലുള്ള പൊതുവിതരണ സംവിധാനത്തിലുള്ള അഴിമതി. കോടതി ഇടപെടലുകൾ പോലും ഉണ്ടായി. ഹൈക്കോടതി തന്നെ ഒരു ഘട്ടത്തിൽ ചോദിച്ചതാണ്. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടെ വരുമാനത്തിന് അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം ഉണ്ടാക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് നാഥനില്ലാത്തൊരു കളരിയായി കേരളം മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് തിരിച്ചു വരണം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആവശ്യപ്പെടുന്നത്. ഞങ്ങളതിനൊരു നയത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണെന്നുള്ളത് കൊണ്ട് ആ നയത്തിനെതിരായിട്ടുള്ള സമരം തുടരുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും അവസാനിപ്പിക്കാനും ഇതിൽ സംഭവിച്ചിട്ടുള്ള അഴിമതികളില്ലാതാക്കാനും ആവശ്യമായ ഗൃഹപാഠം നടത്താതെ, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച. അതിന് വേണമെങ്കിൽ ഏതെങ്കിലും IPS IAS ഉദ്യോഗസ്ഥന്മാരെ പഴി പറഞ്ഞ് രക്ഷപ്പെടാം സംസ്ഥാന ഗവൺമെൻറ്. പക്ഷെ ജനങ്ങളുടെ മുന്നിൽ അതല്ല വിഷയം. ജനങ്ങൾക്ക് ആവശ്യം ഇപ്പോൾ ബഹുമാനപ്പെട്ട സുരേഷ് ബാബു പറഞ്ഞതുപോലെ കോവക്കയുടെ വില തമ്മിലുള്ള താരതമ്യോടനത്തിൻ്റെ ചർച്ചയല്ലേ ആവശ്യം. അവർക്ക് ആവശ്യം അവരുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ. ഈ ഉദ്ദേശിച്ചതുപോലെ 4000 രൂപയുമായി ഒരു ലാഭം മാർക്കറ്റിൽ പോയാൽ കിട്ടുമായിരുന്ന സാധനം ഇന്ന് 5500-ഉം 5780-ഉം വന്നു നിൽക്കുന്നു എന്നൊരു ഘട്ടത്തിന് ഒരു ആശ്വാസം ഉണ്ടാവണം. അതിനിപ്പോൾ ക്രിസ്മസ് ആണ്, അത് ഞാൻ ന്യൂ ഇയർ ആണ്, സ്വാഭാവികമായിട്ടും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകൾ വരാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ആവശ്യമായ ഹോംവർക്കുകൾ നടത്താൻ അതിന് സഹകരണമാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയ്ക്കകത്ത് ആവശ്യപ്പെട്ടതെങ്കിൽ അത് കൊടുക്കാൻ, കലവറയില്ലാതെ കൊടുക്കാൻ ഇടതുപക്ഷം സന്നദ്ധമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും പറയുന്നു പൊതുവിതരണ സംവിധാനത്തെ ഗൗരവമായി കാണുന്നില്ല. പൊതുവിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന നയമില്ല, പദ്ധതികളില്ല. അത് ആവിഷ്കരിക്കാനുള്ള സംവിധാനം ദുർബലപ്പെട്ടു പോയി കേരളത്തിൽ.
അത് പൊതുവിതരണ സംവിധാനത്തിൽ മാത്രമല്ല പല ഘട്ടങ്ങളിലും നാം ഇത് കാണുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ ഇതിൻ്റെ വലിയ കരിനിഴലുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം ജനങ്ങളിൽ നല്ല ബോധ്യത്തോടു കൂടി ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു അവസരമായി ഈ നിയമസഭാ സമ്മേളനത്തെ അവസരമാണ് നേരത്തെ സുരേഷ് ബാബു പറഞ്ഞത്. അത്തരത്തിൽ രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട് എന്നുള്ളത് അതെന്തുമാകട്ടെ. ശ്രീ സുരേഷ് ബാബു, നമുക്ക് രാഷ്ട്രീയമായ എല്ലാ ലക്ഷ്യങ്ങളും മാറ്റാം. സഞ്ജിത്ത് പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സാധാരണക്കാരന്റെ കീശയിൽ ഒതുങ്ങുന്ന തരത്തിൽ ജീവിക്കുവാനുള്ള സാഹചര്യം അത് ഏത് സർക്കാരാണെങ്കിലും ഒരുക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ വരാനിരിക്കുന്നത് മറ്റൊരു ഉത്സവ സീസണാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു ഉത്സവ ചന്തകളൊന്നും അന്യമായിട്ടില്ല. ക്രിസ്മസ് വരാൻ പോകുന്നു, ന്യൂ ഇയർ വരാൻ പോകുന്നു. നാളെ മലയാളിക്ക് വീണ്ടും വിപണിയിലേക്ക് എത്തുമ്പോൾ ഈ ഉത്സവ സീസൺ, അതായത് ക്രിസ്മസ് കാലം, പുതുവത്സര കാലം കൈപൊള്ളുന്ന മറ്റൊരു അനുഭവത്തിലേക്കായിരിക്കുമോ കടക്കുക? ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഇപ്പോൾ എൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് സംസാരിച്ചതിൻ്റെ ബഹുമാന്യ സ്നേഹിതൻ്റെ പറഞ്ഞ നിരീക്ഷണങ്ങളോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ ക്രിയാത്മകമായാണ് ഈ ചർച്ചയിൽ പ്രതികരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ആ രാഷ്ട്രീയം അത് ധ്വനിപ്പിക്കുന്നത്, അതൊക്കെ സഹിക്കാനും അതൊക്കെ കേൾക്കാനുമുള്ള ബാധ്യത എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിക്കും. അത് കുഴപ്പമില്ല. ഇവിടെ പിന്നെ ഉത്സവ സീസൺ വരുന്നു, അത് വളരെ പ്രധാനപ്പെട്ട ക്രിസ്മസ് സീസൺ, ന്യൂ ഇയർ സീസണൊക്കെ വരുമ്പോൾ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടുന്ന സമയം തന്നെയാണിത്. അതിലൊരു തർക്കമില്ല. ഒരുക്കങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അഥവാ നടന്നിട്ടില്ലെങ്കിൽ നാളെ വൈകുന്നേരം ഞങ്ങളുടെ KPCC ലീഡർഷിപ്പ് യോഗമുണ്ട്. ആ യോഗത്തിൽ അത് വളരെ വ്യക്തമായി ചർച്ച ചെയ്യുകയും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ ആവശ്യമായ ഭരണപരമായ സുരേഷ് ബാബു, ഞാനൊന്ന് ഇടപെടുകയാണ്. സമയപരിധി വളരെയുണ്ട്. താങ്കൾ പറയുന്നത് പോലെ ഗ്രഹപാഠം നടത്തുന്നുണ്ട്, കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 15-ാം തീയതിയാണ് ഈ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാൻ പോകുന്നത്. പിന്നെ ക്രിസ്മസിന് എത്ര ദിവസം അവശേഷിക്കുന്നു, ന്യൂ ഇയറിന് എത്ര ദിവസം അവശേഷിക്കുന്നു? ആ ദിവസം കൊണ്ട് മാന്ത്രിക വിദ്യ നടത്തുവാനുള്ള ഒരു കഴിവ് നമ്മുടെ സർക്കാരിനുണ്ട് എന്ന് അനുമാനിക്കാൻ സാധിക്കുമോ ശ്രീ സുരേഷ് ബാബു? ഇല്ല അഭിലാഷ്, ഇല്ല. 15-ാം തീയതി മാത്രമാണ് ചർച്ച നടക്കുന്നതെങ്കിൽ ആ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ദിവസങ്ങളെ കൊണ്ട് മാർക്കറ്റ് ഇന്റർവെൻഷൻ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലും പ്രോപ്പറായും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാളെ പാർട്ടിയുടെ നേതൃത്വം നാളെ വൈകിട്ട് 7 മണിക്ക് തിരുവനന്തപുരത്ത് യോഗം ചേരുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രി തന്നെ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യും. ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി നേരത്തെ ആക്കി മാറ്റേണ്ടതുണ്ട് എന്ന് ബോധ്യം വരുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതല്ല, അതിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവായി 15-ാം തീയതി മുതൽ ചർച്ച ചെയ്താൽ മതി എന്ന് ബോധ്യപ്പെടാത്ത ഒരു സാഹചര്യം പാർട്ടിക്ക് വരികയാണെങ്കിൽ ഗവൺമെന്റിനോട് നിർബന്ധിക്കും. നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തി ഈ സീസണുകളിൽ ജനങ്ങൾക്ക് വിലക്കയറ്റം ഇല്ലാതെ ദുരിതം അനുഭവിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹകരണം ഉണ്ട് എന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷവുമുണ്ട്. വളരെ നന്ദി ശ്രീ PM സുരേഷ് ബാബു. എന്തായാലും ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സഞ്ജിത്തിന് ഒരു പോയിന്റ് കൂടി പറയണം എന്നതുകൊണ്ടാണ്. താങ്കൾക്ക് അതിന് മറുപടി നൽകാനുള്ള സമയത്തിലേക്ക് എനിക്ക് പോകാനും സാധിക്കില്ല, അതിൽ ക്ഷമിക്കുക. വളരെ പെട്ടെന്ന്. കേരളത്തിന്റെ നിയമസഭ ആരംഭിച്ചിരിക്കുകയാണ്. KPCC കൂടുന്നത് സ്വാഗതാർഹമാണ്. നിയമസഭയ്ക്കകത്ത് ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാവണമെന്ന് നാളത്തെ യോഗത്തിൽ ബഹുമാനായ സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ പറയട്ടെ, തീരുമാനിക്കട്ടെ. കോൺഗ്രസ് അതിന് തയ്യാറാവട്ടെ. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണല്ലോ നിയമസഭ. അതിനകത്ത് നമുക്ക് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്നൊരു വേദി ഒരുങ്ങട്ടെ. എന്തിനാണ് ഇന്ന് അടിയന്തര പ്രമേയത്തെ വളരെ പെട്ടെന്ന് ശ്രീ PM സുരേഷ് ബാബു. ചോദ്യം ഞാൻ കേട്ടില്ല. അതായത് നിയമസഭയിൽ പിന്നെ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? വരും ദിവസങ്ങളിൽ നിയമസഭയിൽ ചർച്ച ചെയ്യുന്നതല്ലേ കുറച്ചുകൂടി ഉചിതം, വിശാലമായ അർത്ഥത്തിൽ പ്രതിപക്ഷത്തെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട്? അല്ല, നിയമസഭയ്ക്ക് ചർച്ചകൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യും. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, ജനങ്ങളെ മുമ്പിൽ വെച്ചുള്ള ആഭ്യന്തരം. ശ്രീ അഭിലാഷ് പറഞ്ഞത് 15-ാം തീയതിയെ ഗവൺമെന്റ് ചർച്ച ചെയ്യാൻ പോകുന്നുള്ളൂ. അങ്ങനെയാണ് എനിക്ക് ലഭിച്ച വിവരം. ചോദിച്ചപ്പോൾ ഞാനത് സമ്മതിക്കുകയാണ്. മാന്ത്രിക വിദ്യയില്ല. 15-ാം തീയതി ചർച്ച തുടങ്ങിയാൽ ഇത് മര്യാദക്ക് നടക്കില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ചർച്ച നടപടിക്രമങ്ങളിലേക്ക് നീങ്ങണം എന്ന നിർദ്ദേശം പാർട്ടി കൊടുക്കും. തീർച്ചയായും. വളരെ നന്ദി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ശ്രീ TC സഞ്ജിത്ത്, ശ്രീ പ്രമോദ് തോമസ്, ഒപ്പം ടെലിഫോൺ ലൈനിലും മറ്റുള്ളവർ പ്രതികരിച്ചു. എന്തായാലും വിലക്കയറ്റം എന്നത് രാഷ്ട്രീയത്തിനപ്പുറം സാധാരണക്കാരനെ കൂടി ബാധിക്കുന്ന ഒന്നാണ്. അവിടെ കൃത്യമായ നിലപാടുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി